കോഴിക്കോട് ജില്ലയിൽ പകർച്ച ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിരിക്കുന്നു. ദിവസേന 1000-ലധികം രോഗികളാണ് പകർച്ചവ്യാധികൾക്ക് ചികിത്സ തേടിയെത്തുന്നത്. ഒരാഴ്ചക്കിടെ 2500-ലധികം പേർക്കാണ് ഡെങ്കിപ്പനി ബാധ സ്ഥിരീകരിച്ചത്. സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ് ഇന്നത് വരുമ്പോൾ നിലവിൽ മറ്റ് ആശുപത്രികളിലൊക്കെ ഈ ഒരു എണ്ണം വളരെ വലിയ തരത്തിൽ ഉയരുവാനുള്ള സാധ്യത കൂടിയുണ്ട്. അരുൺ PJ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പകർച്ചപ്പനി അതൊരു വലിയ തരത്തിലുള്ള ദുരന്തമായി മാറുകയാണ് കോഴിക്കോട് ജില്ലയിലെ. കാരണം എണ്ണം കേൾക്കുമ്പോൾ തന്നെ, ഈ സർക്കാർ ആശുപത്രികളിലെ എണ്ണം മാത്രം കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം ഉണ്ടാകുന്നു. കാരണം അത്രയധികം ആളുകൾക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നു, അല്ലേ? എന്തായാലും കോഴിക്കോട് ഉൾപ്പെടെ ഉള്ള മലബാർ മേഖലയിൽ പകർച്ചപ്പനിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുന്നത്. 1000-ലേറെ പേരാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത് 1115, 1133, 776, 1141, 1129 ഇങ്ങനെയാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം സർക്കാർ ആശുപത്രികളിൽ പകർച്ചവ്യാധികൾ ബാധിച്ച് ചികിത്സ തേടിയെത്തിയിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്. നേരത്തെ നമുക്കറിയാം ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർത്തിവിട്ട് ഈ പകർച്ചവ്യാധി ഈ തടയുന്ന പകർച്ചവ്യാധി വ്യാപിക്കുന്ന വാർത്തകളിൽ നിന്നുമെല്ലാം മന്ത്രി ഏറെക്കുറെ മുരളീധരൻ രക്ഷപ്പെട്ടുവെങ്കിലും അത് ഈ കണക്കുകൾ അദ്ദേഹത്തെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു വർധനവ് പകർച്ചവ്യാധികളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ബാധിച്ചുകൊണ്ട് ഈ ഓഫീസിൽ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സാധിക്കുന്നത്. കാരണം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത മഴ, ആ മഴയ്ക്ക് ശേഷം തുടരുന്ന ഒരു ചൂടുള്ള കാലാവസ്ഥ, വെയില് രാവിലെ മഴയാണെങ്കിൽ ഈ പകല് തുടരുന്ന വെയില്, അതുപോലെയുള്ള കൊതുക് പകരുന്നതിനുള്ള ഒരു സാഹചര്യം ആകെ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഇക്കാര്യത്തിൽ പകർച്ചപ്പനി ബാധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള വിവരം എന്ന് പറയാനുള്ളത്. എന്തായാലും ഈ വടകരയിൽ ഉൾപ്പെടെ ചിക്കൻ ഗുനിയ, വടകര, അതുപോലെയുള്ള പേരാമ്പ്ര, നടുവണ്ണൂർ, കായണ്ണ, കോട്ടൂർ, മുക്കം, ഓമശ്ശേരി, പെരുമണ്ണ, കാരശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം ഈ പറയുന്ന പഞ്ചായത്തുകളിലെല്ലാം ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ടാണ്. ഈ ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ള ഈ പഞ്ചായത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചായത്തുകളിൽ പലയിടങ്ങളിൽ പോലും പല പഞ്ചായത്തുകളിലും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എവിടെയെങ്കിലും രോഗം സ്ഥിരീകരിച്ചാൽ മാത്രമാണ് ഈ ആരോഗ്യ പ്രവർത്തകർ നാട്ടിലേക്ക് ഈ സ്ഥലത്തെത്തി മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് തുടക്കമിടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച 15 പേർക്ക് കൂടിയാണ് വയറിളക്ക രോഗം പോലെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെയുള്ള റിപ്പോർട്ടുകൾ ആശുപത്രികളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളുടെ വ്യാപനവുമുണ്ട്. ഷിഗല്ലയുടെ ഒരു സാന്നിധ്യം ഇപ്പോഴും കോഴിക്കോടിലെ ജില്ലയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി കണക്കുകളൊക്കെ എന്തായാലും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആശുപത്രികളിലെ ഈ സംവിധാനങ്ങൾ ഏകോപിക്കുന്നത് നന്നായിരിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആശുപത്രികളിൽ എത്തുന്ന രോഗികളായ സാധാരണക്കാരുടെയും ആവശ്യം. എന്തായാലും സിന്ധൂരി, ഇത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഗൗരവകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. ഈ തിരക്കനുസരിച്ചുകൊണ്ട് മറ്റുള്ള സ്വകാര്യ ആശുപത്രികളിലെ എത്തുന്നവരുടെ കണക്ക് ഇതിന്റെ 10 ഇരട്ടിയോളം വരും. കാരണം അത്രത്തോളം സ്വകാര്യ ആശുപത്രികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ എത്തുന്ന അവരുടെ കണക്ക് ഈ പറയുന്ന ഒരു ദിവസം 1000 പേരാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും മറ്റു സ്വകാര്യ ആശുപത്രികളുടെ കണക്ക്. എന്തായാലും ഈ പകർച്ചപ്പനി നിൽക്കുമ്പോഴും ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ മുഴുവൻ സമയ ജില്ലാ മെഡിക്കൽ ഓഫീസറെ പോലും നിയമിച്ചിട്ടില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പിന്റെ ഗൗരവകരമായ ഒരു വീഴ്ച തന്നെയാണ്. എന്തായാലും അതിലും ജീവനക്കാരുടെ ഇടയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. കൂടുതൽ ജോലിഭാരം ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു പരാതിയും വരുന്നുണ്ട്. എന്നാലും കൂടുതൽ കാര്യക്ഷമതയോടെ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് തന്നെയാണ് രോഗികളുടെയും അതുപോലെ പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. സിന്ധൂരി.